ഒരു മിനിറ്റ് നേരത്തേക്ക് ഭൂമിയിലെ ഓക്സിജൻ അപ്രത്യക്ഷമായാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരു മിനിറ്റ് നേരത്തേക്കല്ലേ ശ്വാസം പിടിച്ചു വയ്ക്കാൻ സാധിക്കും എന്നായിരിക്കും നിങ്ങളുടെ ഉത്തരം. ശരിക്കും അങ്ങനെയാണോ? ആദ്യത്തെ 20 സെക്കൻഡിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. നിങ്ങൾ ഒരു ആരോഗ്യവാനായ വ്യക്തിയാണെങ്കിൽ പെട്ടെന്നൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും നിങ്ങൾക്ക് വരാൻ എന്തായാലും ഇടയില്ല. കാരണം നിങ്ങളുടെ ശരീരം രക്തത്തിലും ശ്വാസകോശത്തിലും ഏകദേശം 2 മിനിറ്റ് നേരത്തേക്കുള്ള ഓക്സിജൻ നിലനിർത്തിയിട്ടുണ്ടാകും. എന്നാൽ അന്തരീക്ഷമർദ്ദം 21% കുറയുന്നതുകൊണ്ട് ചെവിയിൽ അതികഠിനമായ വേദന അനുഭവപ്പെടുകയും നിങ്ങളുടെ ചെവി പൊട്ടുകയും ചെയ്യും. 30 മുതൽ 60 സെക്കൻഡ് സമയം വരെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള സമയമാണ്. ഈ സമയത്ത് ഓക്സിജൻ ഇല്ലാതെ വരുന്നത് കാരണം നിങ്ങളുടെ തലച്ചോറിലെ കോശങ്ങൾ പതിയെ നശിക്കാൻ തുടങ്ങുന്നു. അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് തലകറക്കം, അബോധാവസ്ഥ, ആശയക്കുഴപ്പം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നു. ഇനി നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന് അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നമുക്കറിയാം, ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ എല്ലാ തരത്തിലുള്ള ജ്വലനവും നിലയ്ക്കുന്നു. വാഹനങ്ങൾ, കാറുകൾ, വിമാനങ്ങൾ എല്ലാം പൊടുന്നനെ നിലയ്ക്കുന്നു. ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻജിൻ പ്രവർത്തിക്കുന്നില്ല. വിമാനങ്ങൾ തകർന്നു വീഴുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു. കോൺക്രീറ്റിനെ ബന്ധിപ്പിക്കുന്ന ഒരു ബൈൻഡിങ് ഏജൻ്റാണ് ഓക്സിജൻ. അതുകൊണ്ട് തന്നെ ഓക്സിജൻ്റെ അഭാവത്തിൽ ബിൽഡിങ്ങുകൾ, ഡാമുകൾ എല്ലാത്തിനും വിള്ളൽ വരുന്നു. ആശുപത്രികളിൽ പലതരത്തിലുള്ള മെഷീനുകൾ പ്രവർത്തനരഹിതമാകുന്നതിലൂടെ മില്യൺ കണക്കിന് ആളുകൾ മരിക്കാൻ കാരണമാകുന്നു. അതുപോലെ ഓസോൺ പാളി അപ്രത്യക്ഷമാവുകയും UV റേസ് ഡയറക്റ്റായിട്ട് വളരെ ശക്തിയായിട്ട് ഭൂമിയിലേക്ക് പതിക്കുകയും നിങ്ങളുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. കടൽ ജലത്തിൽ ലയിച്ചിരിക്കുന്ന ഓക്സിജൻ ഇല്ലാതാവുന്നതോടെ കടൽ ജലത്തിൽ വളരെ വലിയ ഭീമാകാരമായ കുമിളകൾ ഉയരുകയും ചെയ്യുന്നു. ഇനി 1 മിനിറ്റിന് ശേഷം ഓക്സിജൻ തിരികെ എത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ആ 1 മിനിറ്റിനെ അതിജീവിച്ചെങ്കിൽ ഓക്സിജൻ തിരികെ എത്തുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ ശരീരം റിക്കവർ ആകാൻ ആരംഭിക്കും. പക്ഷേ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചറിന് ഓൾറെഡി ഡാമേജ് സംഭവിച്ചതുകൊണ്ട് അതിൽ പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതായത് പ്ലെയിൻ ക്രാഷ് ആകും, ട്രെയിനുകൾ പാളം തെറ്റും. കോൺക്രീറ്റിൽ വന്ന ചെറിയ വിള്ളൽ കാരണം ബിൽഡിങ്ങുകൾ, ഡാമുകൾ എന്നിവ തകരാൻ തുടങ്ങും. സമുദ്രജലത്തിലുണ്ടായ കുമിളകൾ പതിയെ അപ്രത്യക്ഷമാകുന്നു. ഓസോൺ ലെയർ തിരികെ വരുന്നു. എങ്കിലും UV റേസിൻ്റെ അപകടം അപ്പോഴും നിലനിൽക്കുന്നു. പക്ഷികളും മൃഗങ്ങളും മനുഷ്യനെപ്പോലെ തന്നെ സുഖം പ്രാപിക്കുന്നു. വൈദ്യുതി, ആശയവിനിമയ സംവിധാനം, വ്യവസായം, കൃഷി എന്നിങ്ങനെ പല മേഖലകളും താറുമാറാകുന്നതിനെ തുടർന്ന് പരോക്ഷമായും ആളുകൾ മരിക്കുന്നു. അപ്പോൾ 1 മിനിറ്റ് നേരത്തേക്ക് ഓക്സിജൻ ഇല്ലാതായാൽ ഭൂമിയിലെ സകല സംവിധാനങ്ങളും നശിച്ചു പോകുന്നു.